വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പണ്ടൊക്കെ ഈ മുത്തശ്ശിമാരൊക്കെ പനപ്പൊടി വെച്ചിട്ട് കുറേ വിഭവം ഉണ്ടാക്കുമായിരുന്നു. ഇന്ന് കർക്കിടക വാവാണ്. ഞാനും വിചാരിച്ചു പനപ്പൊടി വെച്ചിട്ട് ഹൽവ ഉണ്ടാക്കാമെന്ന്. ഹൽവ മാത്രമല്ല കഞ്ഞിയൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് അളവിൽ പനപ്പൊടി എടുക്കുക. അതിലേക്ക് 4 കപ്പ് വെള്ളം ഒഴിക്കുക കേട്ടോ. അത് നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി ആണോ അതിനനുസരിച്ചിട്ട് അളവ് മാറ്റി കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അറ്റ്ലീസ്റ്റ് 2 hours എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ടു ഹവേഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തപ്പം അതിലത്തെ വെള്ളമൊക്കെ ഇങ്ങനെ പൊങ്ങിക്കിടക്കും. അപ്പോൾ അത് വേറൊരു പാത്രത്തിലേക്ക് ആക്കുക. വെള്ളം മാത്രം ആക്കിയാൽ മതി. പനയുടെ പൊടി അടിയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാകും. ഇതേപോലെ ഉണ്ടാവും. അപ്പോൾ വെള്ളം മാത്രം വേറൊരു പാത്രത്തിലേക്ക് ആക്കുക. എന്നിട്ട് ആ വെള്ളം നിങ്ങൾക്ക് ഒഴിവാക്കാം. അതിന് നമുക്ക് ആവശ്യമില്ല. ഇനി ഈ ഒരു പനപ്പൊടി ആണ് ആവശ്യമുള്ളത്. അത് കുറച്ച് തിക്കായിട്ടുണ്ടാവും. എന്നിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് ആക്കുക. കൺസിസ്റ്റൻസി ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇതിലേക്ക് ഞാൻ ഇപ്പോൾ ഒഴിച്ചിട്ടുള്ളത് ശർക്കര പാനിയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. എന്നാലേ നല്ലൊരു ഇതിൽ കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ചേർക്കുന്നത് ഇളനാടിൻ്റെ ഗീ ആണ്. അതും കൂടി വേറൊരു പാനിലേക്ക് ഇതാക്കുക. ഈ ഒരു പാൻ ഈസി കുക്കിൽ വെച്ചിട്ട് 100 ഡിഗ്രിയിലാണ് ഞാനിപ്പോൾ ഇട്ടത്. എന്നിട്ട് ഈ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നല്ലപോലെ കിട്ടുള്ളൂ. നല്ല തിക്കായി വരും ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ. കുറേ നേരം ഇങ്ങനെ മിക്സ് ചെയ്യണം കേട്ടോ. തേങ്ങ ചിരവിയത് റോസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. നല്ല ടേസ്റ്റ്, നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഇടുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും ഇപ്പോൾ ഉണ്ടാവുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. കുറേ ടൈം എടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇനി നമുക്ക് ഓഫ് ചെയ്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. നല്ല തിക്കായിരിക്കും കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാം. നല്ല ശ്രദ്ധിച്ചിട്ടൊക്കെ വേണം ചെയ്യാൻ. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ നേരത്തെ റോസ്റ്റ് ചെയ്ത് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. ഇത് നല്ലൊരു രസത്തിന് വേണ്ടിയിട്ടാണ്. ഫൈനലി പനപ്പൊടി കൊണ്ടുള്ള ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. പനപ്പൊടിയൊക്കെ കിട്ടുകയാണെങ്കിൽ എന്തായാലും ഇത് ട്രൈ ചെയ്യണം. അതേപോലെ കഞ്ഞിയും ഉണ്ടാക്കാം കേട്ടോ. എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.